ഓം വാർത്തായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗൃഹീതാം ജ്ഞാനം മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി ഭഗവത്വാമനുസന്ധതാം ഭഗവതി ഭവദ്വേഷിണി. നമ്മൾ 23 ശ്ലോകം കഴിഞ്ഞു. 24ാമത്തെ ശ്ലോകമാണ്. നമ്മൾ ഒന്ന് വായിക്കാമോ ശ്ലോകാർത്ഥം? अच्छेद्योऽयमदाह्योऽयम् अक्लेद्यो शोष एव च नित्यः सर्वगतस्थाणुः അചലോയം സനാതനഃ. ആത്മാവ് മുറിക്കപ്പെടാത്തവനും അദാഹ്യനും നനയ്ക്കാനോ ഉണക്കാനോ പറ്റില്ല എന്നതിനാൽ ആത്മാവ് മുറിക്കപ്പെടാനും ആത്മാവ് മുറിക്കപ്പെടാത്തവനും അദാഹ്യനും നനയ്ക്കാനോ ഉണക്കാനോ പറ്റില്ല എന്നതിനാൽ ആത്മാവ് നിത്യനും സർവവ്യാപിയും സ്ഥിരനും ഇളക്കമില്ലാത്തവനും കാലാതീതനുമാകുന്നു. മനുഷ്യ നിർമ്മിതങ്ങളായ ആയുധങ്ങൾക്കോ പ്രകൃതിയിലെ മാരക ശക്തികൾക്കോ നശിപ്പിക്കാനാവാത്ത വല്ലത് ഒന്നുമുണ്ടെങ്കിൽ അത് നാശരഹിതമായ ശാശ്വത വസ്തുവാണെന്ന് തീർച്ച. വായിക്കണോ സാർ തുടർന്ന്? ഈ ശ്ലോകത്തിലെ ഉത്തരാർത്ഥത്തിൽ പരമ്പൊരുളിനെ നിത്യൻ, സർവഗതൻ, സ്ഥാണു, അചലൻ, സനാതനൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രദ്ധേയമാണ്. കുറെ പദങ്ങൾ തോന്നിയതുപോലെ അങ്ങ് പ്രയോഗിച്ചതല്ല. ശരിയായ ഒരു ക്രമത്തിൽ തന്നെയാണ് അവ ഇവിടെ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ വിശേഷണത്തിന്റെ ക്രമപ്രകാരമുള്ള തുടർച്ചയാണ് പിമ്പെ വരുന്ന വിശേഷണങ്ങൾ. ആത്മാവിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല, കത്തിച്ചു കളയാനോ വെള്ളത്തിൽ അലിയിക്കാനോ കാറ്റിൽ ഉണക്കാനോ ആവില്ല എന്നിങ്ങനെ പൂർവാർത്ഥത്തിൽ പ്രസ്താവിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു. ആത്മാവിന് നാശമില്ല. നാശരഹിതമായ വസ്തു എന്നും നിലനിൽക്കണമല്ലോ. അതിനാൽ നിത്യവസ്തുവിന് യാതൊരു പരിമിതിയും ഉണ്ടാവാൻ വയ്യ. അതിനാൽ സർവഗതൻ അഥവാ സർവവ്യാപി. ഈ ഒരു പാരഗ്രാഫിൽ അമ്മുവിനെ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശ്രമിക്കാം സാറേ. അപ്പോ അച്ഛേദ്യോയം അദാഹ്യോയം. അയം എന്ന് വെച്ചാൽ ആത്മാവിനെയാണ് പറയുന്നത്. ആത്മാവിനെ ആണ് ഉദ്ദേശിക്കുന്നത് അയം എന്ന് പറയുന്നതിലൂടെ. ആത്മാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ സീക്വൻസിൽ പറഞ്ഞിരിക്കുകയാണ്. അച്ഛേദ്യമാണ്, അദാഹ്യമാണ്. അച്ഛേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിക്കപ്പെടില്ല ആത്മാവ്. അദാഹ്യോയം ദഹിപ്പിക്കാൻ പറ്റത്തില്ല, കത്തിച്ചു കളയാൻ പറ്റത്തില്ല. അതെല്ലാം ഈ ഭൗതിക തലത്തില് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണെന്നാണ് എന്റെ ധാരണ. നനയ്ക്കാനും ഉണക്കാനും പറ്റില്ല. അക്ലേദ്യോ ശോഷ ഏവച, അതാണ് പറഞ്ഞിരിക്കുന്നത് ആ ശ്ലോകത്തില്. പിന്നെ ആത്മാവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് അടുത്ത ശ്ലോകത്തില് മനുഷ്യനിർമ്മിതങ്ങളായ ആയുധങ്ങൾക്കോ പ്രകൃതിയിലെ മാരക ശക്തികൾക്കോ നശിപ്പിക്കാനാവാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് നാശരഹിതമായ ശാശ്വത വസ്തുവാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഭൗതിക തലത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കൂടുതലായിട്ട് ഞാൻ അടുത്ത പാരഗ്രാഫിൽ വായിച്ച് ഇതുപോലെ പറഞ്ഞാൽ മതിയോ സാർ? അതെ, പാരഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കാരണം ഈ ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പരമാത്മ ചൈതന്യ സത്താണത്, മാറ്റമില്ലാത്ത. ആ മാറ്റമില്ല, നശിക്കാത്തതിനുള്ള പല പല വിശേഷണങ്ങൾ, അഡ്ജക്റ്റീവ്, നിത്യനാണ്. അത് ഓരോ വിശേഷണങ്ങൾ പറയുക. ഇപ്പൊ നമ്മളെ അറിഞ്ഞൂടാത്തതിന് മനസ്സിലാക്കി തരാം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി പാരഗ്രാഫിനെ.
ഈ ശ്ലോകത്തിലെ ഉത്തരാർത്ഥത്തില് പരമ്പൊരുളിനെ നിത്യൻ, സർവഗതൻ, സ്ഥാണു, അചലൻ, സനാതനൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ശ്ലോകത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉത്തരാർത്ഥത്തിൽ പൂർവാർത്ഥത്തില് മറ്റു വിശേഷണങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. മുറിക്കപ്പെടാൻ പറ്റാത്തതാണ്, ദഹിപ്പിക്കാൻ പറ്റാത്തതാണ്, നനയ്ക്കാൻ പറ്റാത്തതാണ്, ഉണക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഉത്തരാർത്ഥത്തില് സെക്കൻഡ് ലൈനിലാണ് ഈ നിത്യനും സർവഗതനും ഇങ്ങനെ കുറെ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചത്. ആ പദങ്ങള് അങ്ങനെ തോന്നിയതുപോലെ പ്രയോഗിച്ചതല്ല ഇവിടെ. അതിന് ആ ശരിയായ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്, ശരിയായ ഒരു ക്രമത്തിൽ തന്നെയാണ് ഇവിടെ ആ പദങ്ങള് ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ വിശേഷണത്തിന്റെ ക്രമപ്രകാരമുള്ള തുടർച്ചയാണ് പിന്നെ വരുന്ന വിശേഷണങ്ങൾ. ആത്മാവിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല, കത്തിച്ചു കളയാനോ വെള്ളത്തിൽ അരിയിക്കാനോ കാറ്റിൽ ഉണക്കാനോ ആവില്ല എന്നിങ്ങനെ പൂർവ്വ അർത്ഥത്തിൽ പ്രസ്താവിച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നു: ആത്മാവിന് നാശമില്ല, നാശരഹിതമായ വസ്തു എന്ന് നിലനിൽക്കണമല്ലോ, അതിനാൽ നിത്യം. പിന്നെ നിത്യവസ്തുവിന് യാതൊരു പരിമിതി ഉണ്ടാവാൻ പാടില്ല, അപ്പോ സർവഗതൻ. പിന്നെ അച്ഛേദ്യം, വെട്ടിമുറിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ദഹിപ്പിക്കാൻ വെച്ചാൽ കത്തിച്ചു കളയാൻ പറ്റില്ല എന്നല്ലേ? ദഹിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് സർവഗതൻ, അങ്ങനെയാണോ? എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ആ ഓർഡർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും ഉള്ളത്, നിത്യൻ എപ്പോഴും എല്ലായിടത്തും ഉള്ളത്. അതാണ് സർവഗതൻ, എല്ലാ സ്ഥലത്തും. സ്ഥാണു മീൻസ് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അചലൻ മീൻസ് ചലിക്കാത്ത. ഇപ്പം അതിന് അടുത്തൊരു പാരഗ്രാഫിന്റെ എക്സാമ്പിൾ പറയും. ഒരു മരത്തിന്റെ നോക്കുമ്പോൾ അത് സ്ഥാണുവാ, എന്റെ അടിവശം ഉറച്ചു നിൽക്കും, അത് എങ്ങോട്ടും നീങ്ങാനൊക്കത്തില്ല. പക്ഷെ അതിന്റെ മുകൾ ഭാഗം അടുത്തൊരു പാരഗ്രാഫ് വരുന്നതാ. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, മേൽഭാഗം ഇലകൾ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനെ ഒരു പറയാൻ പറ്റില്ല, താഴെയും ഇതായിട്ട് നിൽക്കണം, മേളിലും ഇതായിട്ടിരിക്കണം. അതുകൊണ്ടാണ് അചലൻ, ചലിക്കാത്തത്. ഒരു മരത്തിന് അചലൻ എന്നുള്ളത് സ്ഥാണുവാണ് മരം, പക്ഷെ അചലൻ ചലിക്കുന്നതാണ് മരത്തിന്റെ ഇലകളൊക്കെ. പക്ഷെ ഇത് ഒന്നും ചലനവും ഇല്ല. നിത്യനാണ്, എന്നുള്ളതാണ്, എല്ലായിടത്തും ഉള്ളതാണ്, സ്ഥിരമാണ്, ചലിക്കാത്തവനാണ്, എന്നേക്കും. സനാതനം എന്ന് വെച്ചാൽ എന്നേക്കും, അതാ പറഞ്ഞേ, ദേശകാല പരിമിതികളില്ലാതെ പണ്ടേക്ക് പണ്ടേ എന്നാ പറയുന്നത്. പണ്ടേക്ക് പണ്ടേ ഉള്ളവനാണെന്നുള്ളതാണ് ഈ ഒരു വിശേഷങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്തുകൊണ്ടോ ഇത് പറയുന്നത്, ഇതിന് നാശമില്ല, ആത്മാവിന് ഒന്നും നാശമില്ലെന്നുള്ളതിനെ കൺഫേം അതിന് അങ്ങനെ ഒരു വസ്തുവാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന വസ്തുക്കളുടെ ഈ നാശം അനുസരിച്ചെല്ലാം നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുക. ഈ രീതിയിലൊന്നും നമുക്കറിയാവുന്ന രീതിയിൽ ഈ ഭൗതിക വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ വസ്തുക്കൾ നശിക്കുന്നുണ്ടോ, ഏതൊക്കെ പ്രോസസ്സിൽ കൂടെ നശിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആ പ്രോസസ്സിൽ കൂടെ ഒന്നും നശിക്കാത്ത ഒരു വസ്തുവാണ് ഈ പരമാത്മ ചെയ്യുന്നുള്ള പറയുവാണ് ഈ 2-3 ശ്ലോകങ്ങളിലായിട്ട്. സാർ, അവിടെ മനസ്സിലാവാത്തത് ആ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ആദ്യത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഓർഡറിലാണെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പൊ ഛേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിമുറിക്കാൻ പറ്റാത്തത്, അത് നിത്യത്തിന്റെ ഇതിൽ വരുമോ? ദഹിപ്പിക്കാൻ പറ്റാത്തത് സർവഗതം. അക്ലേദ്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നനയ്ക്കാൻ പറ്റാത്തതെന്നാണെന്ന് തോന്നുന്നു, അല്ലേ? നനയ്ക്കാൻ പറ്റാത്തത് സ്ഥാണു. അത് തമ്മിൽ എന്താ കോറിലേഷൻ? അപ്പൊ സ്വാമി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഛേദ്യം, വെട്ടിമുറിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നിത്യം? ദഹിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് സർവഗതൻ, ക്ലേദിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്ഥാണു, അശോഷ്യ എന്ന് വെച്ചാൽ ഉണക്കാൻ പറ്റാത്തത് കൊണ്ട് അചലൻ. അങ്ങനല്ലല്ലോ. അങ്ങനല്ല. അത് ഈ കുറെ പദങ്ങൾ ഈ മേളി പറഞ്ഞതിന്റെ മുമ്പ് പറഞ്ഞിരിക്കുന്ന വിശേഷണത്തിൽ പ്രകാരമുള്ള തുടർച്ചയാണ് പിമ്പെ വരുന്ന വിശേഷങ്ങൾ പറയുന്നത്. ഈ നമുക്ക് ഈ ആത്മാവ് മുറിക്കപ്പെടാത്തവനാണ്, ദഹിക്കപ്പെടാത്തവനാണ്, നനയ്ക്കാനൊക്കാത്തവനാണ്, ഉണക്കാനൊക്കത്തവനാണ് പറ്റില്ലെന്നതിനാൽ ആത്മാവ് നിത്യനും സർവ്വവ്യാപം സ്ഥിരം ഏക്കളമല്ല. അപ്പം ഇതിനെ ഈ ആത്മാവ് നിത്യൻ, സർവ്വവ്യാപി, സ്ഥിരനും ഇളക്കമില്ലാത്തവനും കാലാതീതനുമാവുന്നുള്ളതിന്റെ ഈ മേളി പറഞ്ഞേക്കുന്നത് നമുക്കത് ഈ രീതിയിൽ വെച്ചാണ് പറയുന്നത്. കാരണം നിത്യനാണ്, മുറിക്കപ്പെടാത്തവൻ നിത്യൻ, അങ്ങനെ കണക്ട് ചെയ്യരുത്. മുറിക്കപ്പെടാത്തവൻ നിത്യനാണ്, അദാഹ്യൻ, ദഹിക്കപ്പെടാത്തവൻ സർവ്വവ്യാപിയാണ്, നനയ്ക്കാനൊക്കാത്തവൻ സ്ഥിരനാണ്, അങ്ങനെ എടുക്കരുത്. ആ ഐഡിയയാണ് പറഞ്ഞേക്കെന്ന് പറയുക. ഇതെന്തുകൊണ്ടാ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ എന്ന് വെച്ചാല് അനിത്യമായിരിക്കും, സർവ്വവ്യാപിയായിരിക്കും, അല്ലാതെ ഈ മുറിക്കപ്പെടാത്തവൻ ആ ഒരു വാക്കിനെയായിട്ട് അങ്ങനെ കണക്ട് ചെയ്യരുത്. നമുക്കിന് മനസ്സിലായോ?
മനസ്സിലായില്ല? മനസ്സിലായി സാറേ, ഞാനത് മനസ്സിലായി. ഞാനത് വായിച്ചു വന്നപ്പോ പക്ഷേ സ്വാമി എഴുതിയിരിക്കുന്നത് അതെ, എനിക്ക് ഒരു കൺഫ്യൂഷൻ തോന്നി. ഇവിടെ ഉത്തരാർത്ഥവും ക്രമപ്രകാരമുള്ള ഉത്തരാർത്ഥവും മുമ്പ് പറഞ്ഞ പൂർവാർത്ഥവും വിശേഷണത്തിന്റെ ഉത്തരാർത്ഥം പൂർവാർത്ഥത്തിന്റെ വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കരുത്. കറസ്പോണ്ടിങ് അർത്ഥമല്ല പിന്നെ അതിന്. അല്ല, നേരത്തെ നമ്മള് വാക്കുകളല്ല, ആ സീക്വൻസിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ? അതെ അതെ. ഈ മുറിക്കപ്പെടാത്തവനാണ്, അദാഹ്യനാണ്, നനയ്ക്കാത്തവനാണ്, ഉണക്കാനാണ്, ഇതൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്തുവാ? ഈ ഇതുകൊണ്ടൊന്നും നശിക്കാത്ത ഒരാളാണെങ്കിൽ അത് നിത്യമായിരിക്കും, അത് സർവ്വവ്യാപിയായിരിക്കും, സ്ഥിരമായിരിക്കും, ഇളക്കമില്ലാത്തവനായിരിക്കും, കാലാതീതനുമായിരിക്കും. ഈ ഒരു ഐഡിയയിലോട്ട് കൊണ്ടുവരിക. നമുക്ക് അറിയാവുന്ന ഭൗതിക മനസ്സിലായി വസ്തുക്കളോ സാറേ. പൂർവ്വ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഉത്തരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഓർഡറിന് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ്. അതേ ഉള്ളൂ. അങ്ങനെയാണ് അതേ ഉള്ളൂ. അതിലല്ല കറസ്പോണ്ടിങ് ഓരോ വാക്കിന്റെയും കണക്ട് ചെയ്യരുത്. ഓക്കെ മനസ്സിലായി സാറേ. അങ്ങനെ കണക്ട് ചെയ്യും. അടുത്ത പാരഗ്രാഫ് വായിക്കാമോ? ലളിത ചേച്ചിക്ക് വായിക്കാമോ? ലളിത ചേച്ചി, ഷീബ ഉണ്ടോ? അല്ലെങ്കിൽ സർവഗതൻ എന്ന വാക്ക് ചെറുതാണ്. സർവഗതൻ എന്ന വാക്ക് ചെറുതാണെങ്കിലും അതിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. എല്ലാറ്റിനെയും വ്യാപിച്ച് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളിന് രൂപമുണ്ടാവാൻ വയ്യ. ഒരു വസ്തുവിന് രൂപമുള്ളത് എന്തുകൊണ്ടാണ്? ആ വസ്തുവിന് ചുറ്റും അതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അതല്ലാതെ വേറെ ചില വസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ. തല, ഉടൽ, കൈകാലുകൾ എന്നീ അവയവങ്ങളോട് കൂടിയ എനിക്ക് ഒരു രൂപമുണ്ട്. കാരണം എന്റെ അവയവങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അവയ്ക്ക് ചുറ്റും ആകാശം സ്ഥിതി ചെയ്യുന്നു. പരിച്ഛിന്ന വസ്തുവിനെ രൂപമുണ്ടാവൂ. ആത്മാവ് പരിച്ഛിന്ന വസ്തുവല്ല. അതിനെ പരിമിതപ്പെടുത്താൻ അതല്ലാതെ ഇതര വസ്തുക്കളില്ല. എല്ലാം അത് തന്നെ, എല്ലാറ്റിനും എല്ലായിടത്തും അത് തന്നെ. സർവം ആത്മമയം. ഈ അർത്ഥത്തിലാണ് ആത്മാവിനെ സർവഗതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെ. ഈ സർവഗതൻ എന്നുള്ളതിന്റെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുക. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ അതെന്ന് വെച്ചാല് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പം നമുക്കൊക്കെ എന്തുകൊണ്ടാ നമ്മുടെയൊക്കെ കയ്യ്, കാല്, നമുക്ക് ഓരോത്തിനും ഓരോ രൂപമുണ്ട്. അത് വിട്ടിട്ട് അതിന്റെ അപ്പുറത്ത് ഒരു സ്പേസ് ഉണ്ട്, അതിനെ പരിമിതപ്പെടുത്തുന്ന ഒരു ഇതുണ്ട്. ഈ സർവഗതൻ എന്ന വാക്ക് ആ വാക്കിന്റെ ഒരു അർത്ഥം കാണിക്കുക. നമുക്ക് നമ്മുടെ രൂപം വെച്ചിട്ട് പറയുവാണ്, ഈ നമ്മുടെ ഓരോ രൂപത്തിന് ഒരു പരിമിതിയുണ്ട്, അതിന്റെ അപ്പുറം ഒരു സ്പേസ് ഉണ്ട്. ബാക്കി സ്പേസ് ആണ് ഇതിനെ നമ്മുടെ ഈ ഒരു ആകൃതിയായിട്ട് നമ്മളെ കാണിപ്പിച്ചു തരുന്നത്. അപ്പൊ സർവഗതൻ എന്ന് പറയുമ്പോഴേ അതിനിങ്ങനെ എവിടെയും ഒരു അതിർത്തിയില്ല, ഇങ്ങനെ പരന്നു കിടക്കുക. അപ്പൊ അങ്ങനെ എവിടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു രൂപം ഉണ്ടാവും. ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് രൂപമില്ല. അതുകൊണ്ടാണ് അത് സർവഗതൻ എന്ന് പറഞ്ഞു വരിക. തല, ഉടൽ, കൈകാലുകൾ എന്നീ അവയവങ്ങളോടിയ എനിക്കൊരു രൂപമുണ്ട്. കാരണം എന്റെ അവയവങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അവയ്ക്ക് ചുറ്റും ആകാശം സ്ഥിതി ചെയ്യുന്നു, സ്പേസ്. പരിച്ഛിന്ന വസ്തുവിനെ രൂപമുണ്ടാവും. ആത്മാവിന് പരിച്ഛിന്ന പരിമിതം, ലിമിറ്റഡ്. ഇത് ലിമിറ്റഡ് അല്ല, ഇൻഫിനിറ്റ് ആണ്. അതിനെ പരിമിതപ്പെടുത്താൻ അതല്ലാതെ ഇതര വസ്തുക്കളില്ല. എല്ലാം അത് തന്നെ, എല്ലാറ്റിനും എല്ലായിടത്തും അത് തന്നെ. അതുകൊണ്ടാണ് ഇത് സർവഗതം എന്ന് പറയുന്നത്. സർവം ആത്മമയം. ഈ അർത്ഥത്തിലാണ് ആത്മാവിനെ സർവഗതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓരോന്നിന്റെയും വിശേഷണവും അതിന്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിരുന്നു. അടുത്ത ആർക്ക് വായിക്കാം? സ്റ്റീഫന് വായിക്കാവോ? സ്റ്റീഫയ്ക്ക് സർവഗതനായ ആത്മാവ്. സർവഗതനായ ആത്മാവ് സ്ഥാണുവാകാതെ വയ്യ. സ്ഥാണു എന്നാൽ ഉറച്ചു നിൽക്കുന്നത് എന്നർത്ഥം. ഉറച്ചു നിൽക്കുന്നതാണെങ്കിൽ ഇളകില്ലല്ലോ. അതിനാൽ അചലൻ. ആത്മാവിന് ഇളകാൻ, ചലിക്കാൻ വയ്യ. ഒരു വസ്തുവിനോ ആൾക്കോ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങാം. അതിന് സ്ഥലവും കാലവും ആവശ്യമാണ്. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു സമയം കൊണ്ട് എനിക്ക് മറ്റൊരിടത്ത് ചെന്നെത്താം. പരമ്പൊരുളാകട്ടെ സർവ്വവ്യാപിയാണ്. അതില്ലാത്ത സ്ഥലമോ കാലമോ ഇല്ല. ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്തേക്കല്ലേ നീങ്ങാൻ പറ്റൂ. എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന് ഇളകാൻ പറ്റില്ല. അതിനാൽ അചലൻ. അതെ. അപ്പൊ ഈ അചലൻ എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയത്. ഇപ്പം ഒരു നമ്മളെ എവിടെങ്കിലും ഫിക്സ് ചെയ്തേക്കുന്ന അതിന് നീങ്ങാൻ പറ്റാത്ത എന്താ അവിടെ ഫിക്സ് ചെയ്തേക്കുന്നുണ്ടാ. പക്ഷെ അതിന് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് തള്ളി നീക്കാം. പക്ഷെ ഇതിന് ഈ ഒരു സാധനത്തിന്
അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇടവില്ല, എന്നാലല്ലേ അങ്ങോട്ട് നമുക്ക് നീക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ചലിക്കാത്ത ഒരാള്, ഇപ്പൊ എനിക്ക് ഈ ഒരു ചെയറിൽ നിന്ന് അപ്പുറത്ത് സ്പേസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ചെയറിനെ അങ്ങോട്ട് തള്ളി നീക്കാം. ഇങ്ങനെ എല്ലാവരും കോമ്പാക്ട് ആയിട്ട് ഇരിക്കുവാന്ന് നിൽക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൂമിനകത്ത് എല്ലാവരും ചെയർ ഇട്ട് അങ്ങോട്ട് നീങ്ങാനേ സ്ഥലമില്ല. അതാ നമ്മൾ ഇതിനെ കുറിച്ച് ശരിക്കും ഇമാജിൻ ചെയ്യണം. എനിക്ക് എന്തുകൊണ്ടാണ് നീങ്ങാൻ പറ്റുന്നത്? ഞാൻ ഇരിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഇടമുണ്ടെങ്കിലേ എനിക്ക് അങ്ങോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. എനിക്ക് നീങ്ങാം, ഇടപെട്ട് ഇല്ലെങ്കിലോ നീങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഈ പരമാത്മ ചൈതന്യം, ദാറ്റ് ഈസ് ആത്മാവിന്, അതിങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇടവില്ല. ഈ പരമാത്മ ചൈതന്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഇതില്ലാത്ത ഒരു സ്ഥലമില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ അതിനോട് നീങ്ങാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ചലിക്കാത്തവൻ, ചലനമില്ല അതിന്. അതാ ഞാൻ നേരത്തെ നമ്മൾ പറയുമ്പോ ഈ യുഗങ്ങളായിട്ട് എല്ലാ 4 യുഗത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ചൈതന്യം, 4 യുഗമല്ല, അത് പിന്നെയും അതിന്റെ അല്ല പറഞ്ഞ ഈ ഗാലക്സികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എങ്ങോട്ട്, അത്രയ്ക്ക് നമുക്ക് അതിന്റെ ബുദ്ധിയിൽ നമുക്ക് അതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇൻഫിനിറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് ആർക്ക് വായിക്കാം? അശ്വതിക്ക് വായിക്കാമോ? താണു അച്ചല. ഓക്കെ ഓക്കെ. പ്രീതിന് വായിക്കാമോ? എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ. വായിക്കാം സർ. താണു, അജല എന്ന 2 പദങ്ങൾക്കും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയല്ലേ? ഒരേ അർത്ഥത്തിൽ 2 പദങ്ങൾ എന്തിന് എന്ന് ചിലർ സംശയിച്ചേക്കാം. താണു എന്നതിന് അടിഭാഗം ഉറച്ചു നിൽക്കുന്നത് എന്നും അജല എന്നതിന് മുകൾ ഭാഗം ഇളകാത്തത് എന്നും അർത്ഥം ധരിക്കണം. മരം അടിഭാഗം ഉറച്ചതാണ്, അതിനാൽ താണുവെന്നു പറയാം. പക്ഷേ മുകൾ ഭാഗം, കൊമ്പുകളും ഇലകളുമൊക്കെ ഇളകിക്കൊണ്ടിരിക്കുമല്ലോ, അതിനാൽ അജല എന്ന വിശേഷണം മരത്തിന് യോജിക്കില്ല. അടിയും മുടിയും ഇളകാത്തതാണ് പരമ്പൊരുൾ എന്നതിനാൽ സ്ഥാണു എന്നും അജല എന്നും അതിനെ വിശേഷിപ്പിച്ചത് യുക്തം തന്നെ. സനാതന എന്നതിന് കാലാകാലമായി നിലനിൽക്കുന്നുണ്ട്, പണ്ടേക്ക് ഉള്ളത് എന്നർത്ഥം. ഇന്നോ ഇന്നലെയോ പൊങ്ങി വന്ന ഒരു പുത്തൻ ആശയമല്ല, ചിരന്തന സത്യമാണ് ആത്മതത്വം. ചിരപുരാതനം എന്നതിനു പുറമെ നിത്യനൂതനമെന്നും ഇതിനർത്ഥം കൽപ്പിക്കാം. കാരണം ആത്മാവിന് സ്ഥലകാല പരിമിതികളില്ല. ഇന്നും അന്നും എന്നും ഇവിടെയും അവിടെയും എവിടെയും സാക്ഷാത്കാര അനുഭൂതിക്ക് ഒരു വ്യത്യാസവുമില്ല. അതെ, ഈ പരമാത്മ ചൈതന്യത്തിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. സ്ഥാണും ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥാണും അചലവും, അടിയുറപ്പുള്ളതാണ് സ്ഥാണു, ഒരിടത്ത് തന്നെ നിൽക്കുന്നത്, മേളിലും ഇളകുന്നില്ല. അപ്പം ആ രീതി പറയും, ഇതിനെ എങ്ങോട്ടും എങ്ങോട്ടും മാറാനൊക്കത്തില്ല. അങ്ങനെ സർവ്വയിടത്തും അതാ നമുക്ക് ഈ പറഞ്ഞേക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ അറിയാവുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ് ഇങ്ങനെ ഇല്ലാത്ത ഈ ഒരു എഫക്റ്റ് ഇല്ലാത്ത ഏതാണോ അത് പരമാത്മ ചൈതന്യമാണ്. സർവ്വമായിട്ട് വ്യാപിച്ചിരിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ടും നീങ്ങാനൊക്കത്തില്ല. അങ്ങനെ ഒരു വസ്തു നമുക്കറിയാവുന്നത് എല്ലാ വസ്തുക്കളും നീങ്ങാം, അത് നശിക്കും. ഈ വിശേഷങ്ങളെല്ലാം ഭൗതിക വസ്തുക്കളുണ്ട്. ഇതൊന്നും അല്ലാത്തത് നമ്മൾ നിത്യൻ, എപ്പോഴും നമ്മൾ എല്ലാവരും നിത്യമാണോ? അല്ല, അനിത്യമാണല്ല. സർവ്വവ്യാപിയാണ്, നമ്മളെല്ലാം സർവ്വവ്യാപി അല്ല. ഈ എല്ലാത്തിന്റെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ഭൗതികത്തിലിരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഒന്നും നിത്യമല്ല. ഭൗതികമായിട്ട് എല്ലാം സർവ്വവ്യാപിയല്ല, എല്ലാം സ്ഥിരനല്ല, എല്ലാം ഇളക്കമില്ലാത്തവനല്ല, കാലാതീതനുമല്ല ആരും. അപ്പൊ ഇതിനൊക്കെ ഈ ഭൗതികമായിട്ട് അറിയാവുന്ന പ്രോപ്പർട്ടീസിനൊക്കെ ഓപ്പോസിറ്റ് ഇതൊന്നും അല്ലാത്തത് ആണ് അത് എന്ന് പറഞ്ഞു വെക്കാനേ പറ്റത്തുള്ളൂ. കാരണം അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബുദ്ധി കൂടെ അറിയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി അറിയാവുന്ന കാര്യങ്ങളെ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. സനാതനം എന്നതിന് കാലാകാലമായി നിലനിൽക്കുന്നത്, പണ്ടേ ഉള്ളതെന്നർത്ഥം. അപ്പം ഈ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഇതെല്ലാം പറയുന്നെങ്കിലും കൃഷ്ണനും ഈ പറയുവാണ്, ഇത് സൂര്യന്റെ അത് ആദ്യ തൊട്ട് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചപ്പോ തൊട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പൊ ഈ തത്വങ്ങളെല്ലാം സനാതനമായി എന്നേക്കും ഉള്ളതാ, അത് ഇന്നുകൊണ്ട് ഇനിയും എത്രയോ ഇനിയും ഭാവിയിലും, ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഇന്നലെയും ഇന്നും നാളെയൊക്കെ നിൽക്കുന്ന ഒരു തത്വമാണ്, പ്രിൻസിപ്പിളായത്, ഒരു സിദ്ധാന്തമല്ല. ഇതൊരു
സിദ്ധാന്തമല്ല, ഇതൊരു പരമമായ സത്യമാണ്. അപ്പൊ എന്നേക്കും ഉള്ളത്. അതുകൊണ്ടാണ് സനാതന അതുകൊണ്ടാണ് സനാതന ധർമ്മം നമ്മൾ ഈ ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ, സനാതന ധർമ്മത്തിനെ ഒഴിച്ചു കളയണം. അപ്പൊ അതൊന്നും അതിനെ കുറിച്ചുള്ള വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. സനാതന ധർമ്മം വെച്ചാൽ വാല്യൂസ് ആണ്. വാല്യൂസിനെ ഒഴിച്ചു കളയാൻ പറ്റൂ? അങ്ങനെ ഒരു ഇതില്ലല്ലോ. വാല്യൂസിലാണ് എല്ലാം നിലനിൽക്കുന്നത്, പ്രിൻസിപ്പിൾസിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ആണ് സനാതന ധർമ്മം, തത്വമാണത്. അല്ലാതെ ആരും ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമല്ല. ഇവിടെയൊക്കെ എത്രയോ സിദ്ധാന്തങ്ങളുണ്ട്, എന്തെല്ലാം തിയറികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനാണ്. ഇത് ആരുടെയും കോൺട്രിബ്യൂഷൻ അല്ല, ഇത് യൂണിവേഴ്സൽ ട്രൂത്തുകളാണ്. ഇത് ആരുടെയും സ്വന്തമല്ല. അത് ആ ഒരു ഐറ്റത്തിനെ കുറിച്ച്, ആ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച്, ആ ഒരു എൻറ്റൈറ്റി, നമുക്കൊന്നും പേര് പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും ഒക്കെ നമ്മൾ ഇടുന്ന ഒരു പേരാ. അങ്ങനെ അതൊരു പേരില്ല അതിന് ആക്ച്വലായിട്ട്. നമ്മൾ ഇതൊക്കെ അറിയാൻ വേണ്ടി ബ്രഹ്മമെന്നും പരമാത്മാവെന്നും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അതിനെ പ്രതിപാദിക്കാൻ വേണ്ടി ഓരോ പേരുകൾ ഇട്ടുന്നല്ലാതെ ആ യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയെ നമ്മൾ ഓരോ പേര് വിട്ട് വിളിക്കുന്നു. അത് അതിന്റെ പേരല്ല. അതിനൊന്നും നമ്മുടെ വാക്കിനോ ഒന്നിനും അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ അറിവിന് വേണ്ടി, നമ്മുടെ ലോവർ തലത്തിലെ അറിവിന് വേണ്ടി ഈ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഭൗതികമായുള്ള ചേഞ്ചിലൊന്നും ഇല്ലാത്ത ഒരു വസ്തുവാണ് അത് എന്നാണ് ഇത് പറഞ്ഞു വെച്ചത്. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഈ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ ഇതേപോലുള്ള ഒരു റെപ്പറ്റീഷനാ. കാരണം പരമാത്മ ചൈതന്യത്തിനെ കുറിച്ച് നമ്മളെ കൊണ്ട് കൂടുതൽ വ്യക്തമാക്കി തരാൻ വേണ്ടി ഇങ്ങനെ കുറെ എക്സാമ്പിൾസ്. അടുത്ത ശ്ലോകത്തിൽ ഇത് തന്നെയാണ്. ശരിക്കും സാറേ ഈ ശ്ലോകത്തിലെ ആദ്യത്തെ ലൈന് ഇമ്പോർട്ടന്റ് അല്ല. അത് ചുമ്മാ കുറെ ഈ ഭൗതിക തലത്തിൽ കുറെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ആ വിശേഷണങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, ഈ മുറിക്കപ്പെടാത്തവന് അദാഹിനെ നനയ്ക്കാനും ഇതൊക്കെ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ വന്നതല്ലേ, ഓർക്കുന്നില്ലേ? അതെ, മറ്റേ നൈനം ചിന്തന്റെ അതിനകത്ത് വന്ന. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ പറയുകയാണ്. എന്നിട്ട് ഈ വേർഡിനെ വെച്ചിട്ടല്ല നിത്യനും സർവ്വവ്യാപിയും സ്ഥിരം, അത് അങ്ങനെ കോറിലേറ്റ് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ഉള്ളത് അത് സ്വാമി ഇവിടെ എഴുതിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ വിശേഷണത്തിന്റെ ക്രമപ്രകാരമുള്ള തുടർച്ചയാണ് പിമ്പേ വരുന്ന വിശേഷണങ്ങൾ. വിശേഷണം എന്ന് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ പോയി. അങ്ങനെ ആ ഒരു സെന്റൻസ് കൊണ്ട് കൺഫ്യൂഷൻ വരുന്നു. മനസ്സിലായോ? മനസ്സിലായി സാറേ. ക്രമപ്രകാരം തുടർച്ചയാണ് പിമ്പേ വരുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ വേർഡിനെ തമ്മിൽ കണക്ട് ചെയ്യരുത്. ആ ആശയമാണ് ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതെ, അല്ലെങ്കിൽ തന്നെ വിശേഷണങ്ങള് നിത്യൻ, സർവഗതൻ, സ്ഥാണു, അതൊക്കെ വിശേഷണങ്ങളാണ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് അതും വിശേഷണങ്ങളായിട്ട് വരും അല്ലേ? മുറിക്കാൻ പറ്റാത്തത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, ഈ നിത്യൻ, സർവഗതൻ, സ്ഥാണു, അചരൻ, സനാതനൻ, ആ ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലവും ഉണ്ടായിരുന്നത്, ഇനിയൊന്നും ഉണ്ടാകുന്നത്, നിത്യം ഉള്ളത്, എല്ലാ കാലത്തും ഉള്ളത് എന്നുള്ള അർത്ഥം. അപ്പൊ ആ നിത്യൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സർവഗതൻ, എല്ലാ കാലത്തും ഉള്ളത്, എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ളത്, എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നത്. സ്ഥാണു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തൊരു വൃക്ഷം മണ്ണിൽ ഭൂമിയിൽ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു അതുപോലെ ഉറച്ചു നിൽക്കുന്നത്. അചരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്ഷം കാറ്റത്ത്, വൃക്ഷം സ്ഥാണുവാണെങ്കിലും അചരമല്ല. കാറ്റടിക്കുമ്പോൾ വൃക്ഷത്തിന്റെ ശാഖകളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോലും ഒരു ഇളക്കം ഉണ്ടാവാത്തത് അചരം. സനാതനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നിത്യനൂതനം, അതിപുരാതനം, സനാതനം. അതെ. ആ ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ പറയൂ സാറേ. ആ നിത്യൻ മുതൽ സനാതനം വരെയുള്ള ഓർഡറിന്റെ ഇമ്പോർട്ടൻസ്, ആ ഓർഡർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഇതിന്റെ കഴിഞ്ഞ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ 5 രീതിയിലുള്ള ഈ പഞ്ചഭൂതത്തിന്റെ തലത്തിലുള്ള ഈ 5 ലെവലിലാണ് ഏത് ഭൗതിക വസ്തുക്കളും. ആ ഭൗതിക വസ്തുക്കൾ തലങ്ങളിലുള്ള നാശത്തിന്റെ ക്രമമാണ് പറഞ്ഞത്. അപ്പൊ ഇതുകൊണ്ടൊന്നും അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് എപ്പോഴും നിത്യനായിരിക്കും, സർവ്വവ്യാപിയായിരിക്കും, അല്ലെങ്കിൽ സ്ഥിരം എങ്ങോട്ടും മാറാനൊക്കത്തവനായിരിക്കും, ഇളക്കമില്ലാത്തവനായിരിക്കും, എന്നുള്ളതായിരിക്കും എന്നുള്ള ആ ഒരു ഇതിനെ വേണ്ടി
ഭൗതികമായിട്ട് പറഞ്ഞ പ്രോസസ് എന്നേ ഉള്ളൂ. നിത്യൻ, സർവ്വവ്യാപി, സ്ഥിരൻ, ഇളക്കം. സ്ഥിരൻ വെച്ചാൽ എങ്ങോട്ടും നീങ്ങുന്നില്ല. ഇളക്കം മീൻസ് അതിന്റെ താഴെ ഭാഗം ഇളകുന്നില്ലെങ്കിലും നീങ്ങുന്നില്ലെങ്കിൽ മേൽഭാഗം ഇളകാമല്ലോ. അപ്പൊ ആ രീതിയിൽ സ്ഥിരമാണ് ഇത്. ഈ വേർഡുകളെല്ലാം ഇതിന് ബാധകമാണ്. സ്ഥിരമാണ്, എങ്ങോട്ടും നീങ്ങാനൊക്കുന്നില്ല, അത് ഇളകുന്നില്ല, അത് എന്നുകൊണ്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, അത് ഏത് കാലത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു വസ്തുവിനെ ഇങ്ങനൊരു വസ്തുവിനെ തീ കൊണ്ടോ വെള്ളം കൊണ്ടോ കാറ്റ് കൊണ്ടോ വേറെ എന്തെങ്കിലും ഖരപദാർത്ഥങ്ങൾ ഇതുകൊണ്ടൊന്നും നശിപ്പിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരു വസ്തു ഇതെല്ലാം ആയിരിക്കും. നിത്യനായിരിക്കും, സർവ്വവ്യാപിയായിരിക്കും, സ്ഥിരനായിരിക്കും, ഇളക്കമില്ലാത്തവനായിരിക്കും, കാലത്തിനും അതീതനായിരിക്കും. ആ ഒരു കൺസെപ്റ്റിലോട്ടാണ് പറയുന്നത്. അല്ല സാറേ, അത് സാറ് പറഞ്ഞത് ഈ പഞ്ചഭൂതങ്ങളുടെ വെച്ച് പറഞ്ഞത് ആദ്യത്തെ വരി, ആദ്യത്തെ ലൈനിൽ. അതെ, ഈ ആദ്യത്തെ വരിയും നേരത്തെ ശ്ലോകവും ഉണ്ട്. ശ്ലോകമുണ്ട്. ഈ രണ്ടാമത്തെ ഈ നിത്യന് ശേഷം സർവഗതൻ വന്നത്, സർവഗതന് ശേഷം സ്ഥാണു വന്നത്, സ്ഥാണുവിന് ശേഷം അചലൻ വന്നത്, അതെന്തുകൊണ്ടാ സാറേ? അത് അങ്ങനെ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? അങ്ങനെയില്ല അല്ലേ? നമുക്ക് ഈ ഒരു ഓർഡറിൽ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഈ നിത്യന് ശേഷമാണ് സർവഗതം വരുന്നത്. ആ ഒരു ഓർഡറിൽ പറഞ്ഞേക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ പറഞ്ഞത്. അല്ലാതെ നിത്യമായിട്ടുള്ളത് സർവഗതമായിരിക്കും, സർവഗതമായിട്ടുള്ളത് സ്ഥാണുവായിരിക്കും, സ്ഥാണുവായിട്ടുള്ളത് അചലമായിരിക്കും, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം ഒന്നിന് ശേഷമുള്ള പ്രോപ്പർട്ടി അല്ലല്ലോ, എല്ലാം അതിന്റെ പ്രോപ്പർട്ടികളാണ്. ഈ പ്രോപ്പർട്ടി കൊണ്ട് ആ പ്രോപ്പർട്ടി വരുന്നു പറയാൻ പറ്റത്തില്ലല്ലോ. സ്വാമി പറഞ്ഞില്ലേ, കുറെ പദങ്ങൾ തോന്നിയതുപോലെ ഞാൻ പ്രയോഗിച്ചതല്ല, ശരിയായ ഒരു ക്രമത്തിൽ തന്നെയാണ് ഇവിടെ ഇവ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ വിശേഷണത്തിന്റെ ക്രമപ്രകാരമുള്ള തുടർച്ചയാണ് പിമ്പെ വരുന്ന വിശേഷണങ്ങൾ. അതുകൊണ്ട് അതെന്ന് വെച്ചാൽ ഉത്തരാർത്ഥം എന്നല്ലേ പറയുന്നത്. ഉത്തരാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈനല്ലേ, പൂർവാർത്ഥവും ഉത്തരാർത്ഥം. അതെ അമ്മോ, ഇത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ സ്വാമിജി പറയുന്നതിന് നമ്മള് അതേപോലെ നമുക്ക് വിചാരിക്കേണ്ടത് ആ ക്രമപ്രകാരമുള്ളതാണ്. നമുക്ക് ഇതിന്റെ ഡെപ്തിലോട്ടുള്ള സയന്റിഫിക് പ്രോസസ് അറിയത്തില്ല. പക്ഷെ ആ ക്രമപ്രകാരമാണ് ഈ ഗീതയിൽ പറഞ്ഞേക്കുന്നത്. സ്വാമി നമുക്ക് അതിന്റെ ഡെപ്തിലോട്ട് അതിന്റെ ഓരോ പ്രോസസ്സും ഈ മുറിക്കാത്തത് കൊണ്ട് അതുകൊണ്ട് നിത്യൻ, ഈ സർവ്വവ്യാപിയാണ്ട് അദാഹീനായുള്ള സർവ്വവ്യാപി നമ്മൾ കോറിലേറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ അതിന്റെ സൂക്ഷ്മഭാവത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞിരിക്കുന്നു, ഒരു ഓർഡറിൽ പറഞ്ഞിരിക്കുന്നു എന്നേ സ്വാമി അങ്ങനെ അർത്ഥമെടുത്താൽ മതി. അതിന്റെ പുറകിൽ വേറൊരു മെക്കാനിസം ഇല്ല, അങ്ങനെ വിചാരിക്കണ്ട. ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈ 5 പഞ്ചഭൂതത്തിന്റെ രീതിയിലുള്ള നാശങ്ങളോ അതിനില്ല. അപ്പം അങ്ങനെയുള്ളതിന് ആ രീതിയിൽ ഒരു ഓർഡർ പറഞ്ഞു. നിത്യൻ ആ ഗീത പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡറിലാണെന്ന് പറയുകയാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സുമായിട്ട് കോറിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അതിന്റെ ആ ഒരു തലത്തിലോട്ട് പോകേണ്ട കാര്യമോ അതിന്റെ ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ ആ അർത്ഥത്തിലോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സിന്റെ പുറകിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഈ മുറിക്കപ്പെടാത്തവനായിരിക്കും നിത്യൻ, അദാഹീനായിരിക്കും സർവ്വവ്യാപി, അങ്ങനെ കോറിലേറ്റിന്റെ കാര്യമില്ല. പക്ഷെ ഈ പ്രോപ്പർട്ടികളെല്ലാം ഇതിന് ആപ്ലിക്കബിൾ ആണ്. അല്ല, അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി സാറേ. അങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. ഞാൻ മറ്റേ രണ്ടാമത്തെ വരിയിലെ വിശേഷണങ്ങളുടെ കാര്യം ഒരു ഓർഡറിലാണെന്ന് പറഞ്ഞേക്കുന്നു സ്വാമിജി. ഒരു ഓർഡറിലാണ്. എന്തുകൊണ്ട് ആ ഓർഡർ എന്നുള്ളതല്ലേ ചോദിച്ചത്? അതെ 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 സാർ. അതിന് വലിയൊരു എന്തുകൊണ്ട് ആ ഓർഡർ എന്നുള്ളത് നമുക്ക് ആരും ചോദിക്കാം. പക്ഷെ അതിനൊരു നമ്മുടെ ഉദിച്ചൻ സ്വാമിയുടെ ഇതിൽ ആ ഒരു സീക്വൻസ് പറഞ്ഞിട്ടില്ല. സ്വാമി പറഞ്ഞപ്പോഴേ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അല്ല കൊച്ചുമ ഇതിനകത്തെ മറ്റേ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ശ്ലോകത്തിലെ ഉത്തരാർത്ഥത്തിൽ പരമ്പൊരുളിനെ നിത്യൻ അത് തോന്നിയ പോലെ പ്രയോഗിച്ചതല്ല, ശരിയായ ഒരു ക്രമത്തിൽ തന്നെയാണ് ഇവിടെ നിബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം മുമ്പ് പറഞ്ഞ വിശേഷണത്തിന്റെ ക്രമപ്രകാരമുള്ള തുടർച്ചയാണ് പിമ്പെ വരുന്ന വിശേഷണങ്ങൾ. എന്ന് പറഞ്ഞാല് ആത്മാവിനെ നമ്മളിപ്പോ പറഞ്ഞത് അച്ഛേദ്യോയം, അദാഹ്യോയം, അക്ലേദ്യോയം, അങ്ങനല്ലേ ആദ്യം തുടങ്ങിയത്. എന്നുവെച്ചാൽ മുറിക്കപ്പെടാത്തവന് അദാഹീനെ നനയ്ക്കാനും ഉണക്കാനും ഇതൊക്കെയാണ് ഇതിന്റെ. അതെ, ആത്മാവിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല, കത്തിച്ചു കളയാനും അതൊന്നും ഇല്ല എന്ന് പൂർവാർത്ഥത്തിൽ പ്രസ്താവിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ആത്മാവിന് നാശമില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. ആ നാശമില്ലാത്ത വസ്തുവിനെ ആദ്യം പറയുന്നതാണ് നിത്യൻ, അല്ലേ? നിത്യൻ, നാശരഹിതമായ വസ്തു. അപ്പം നാശമില്ലാത്ത വസ്തു നിത്യം. നിത്യവസ്തുവിന് ഒരു പരിമിതിയും ഉണ്ടാവാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് സർവ്വവ്യാപി, സർവഗതൻ. അല്ല, അതിന് മേളി പറഞ്ഞേക്കുന്നോട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അടുത്തത് സർവഗതനായ ആത്മാവ് സ്ഥാണുവാകാതെ വയ്യ. അപ്പൊ ആ ഓർഡറാണ് ഇവര് ഇപ്പൊ മനസ്സിലായത്. 3-ാമത്തെ പാരഗ്രാഫിനകത്ത്
ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ നാശരഹിതമായ വസ്തു എപ്പോഴും നിലനിൽക്കണം. അതാണ് നിത്യം, നിത്യൻ. നിത്യമായ ഒരു വസ്തുവിന് പരിമിതി ഉണ്ടാവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സർവഗതൻ, സർവവ്യാപി. അടുത്ത പാരഗ്രാഫിനകത്ത് പറയുന്നു, സർവഗതനായ ആത്മാവ് സ്ഥാണുവാകാതെ പറ്റത്തില്ല. അതിന് ഉറച്ചു നിൽക്കുന്നത് എന്നർത്ഥം. ഉറച്ചു നിൽക്കുന്നതാണെങ്കിൽ അത് ഇളകില്ലല്ലോ, അതുകൊണ്ട് അചലൻ. അതുകൊണ്ടാണ് ആ ഓർഡർ വന്നത്. അചലം അതുകൊണ്ട് പിന്നെ അടുത്ത പറയുന്നത്, ഇതെല്ലാം ഈ ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു വസ്തുവിന് സനാതനമാകാതെ പറ്റത്തില്ല. അത് സനാതന എന്ന അർത്ഥത്തിന് കാലാകാലമേ നിലനിൽക്കുന്നത്, പണ്ടേക്ക് പണ്ടേ ഉള്ളത്, ഇന്ന് അത് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഓർഡർ വന്നത്. അതെ 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 നമുക്ക് ഈ ഒരു ഓർഡറിൽ സ്വാമിജി പറഞ്ഞേക്കുന്നതുകൊണ്ട് ആ ഒരു നമുക്ക് അതിന്റെ ഒരു ഡെപ്തിലോട്ട് പോകേണ്ട കാര്യം ആവശ്യമില്ല. നമുക്ക് മനസ്സിലാകാൻ പറ്റിയ അതിന്റെ ഡെപ്ത് ആവശ്യമില്ല. ഒരു ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതെ, ഈ മഞ്ജു പറഞ്ഞ വളരെ ഒരു റിലേറ്റീവ് വളരെ നിത്യനാണ്, അതുകൊണ്ട് സർവ്വവ്യാപിയാണ്, അതുകൊണ്ട് സ്ഥിരനാണ്, അതുകൊണ്ട് ഇളക്കമില്ലാത്തതാണ്, അതുകൊണ്ട് കാലാതീതനാണ്, അതുകൊണ്ട് സനാതനമാണ്. ആ ഒരു അല്ല മേളുമായിട്ടുള്ളത് അതിന്റെ ഒരു സീക്വൻസ് താഴെ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതാണ് സീക്വൻസ്. തിരിച്ചു പറയാൻ പറ്റത്തില്ല. സനാതനമായതുകൊണ്ട് അചലനാണ്, അചലനായതുകൊണ്ട് സ്ഥാണുവാണ്, അങ്ങനല്ലല്ലോ പറയുന്നത്. തിരിച്ചാ ഈ ഒരു ഓർഡർ പറയുമ്പോ അതിന് ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചേക്കുന്നതെന്നാണ് സ്വാമി പറഞ്ഞേക്കുന്നത്. ഒരു വൃക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാണുവല്ലേ സാറേ? പക്ഷെ അചലനല്ല വൃക്ഷം. കാരണം മുകളിലത്തെ കൊമ്പുകളും ഇലകളും ഒക്കെ ഇളകിക്കൊണ്ടിരിക്കും. അതെ അതെ അതെ. അല്ല, ഇവിടെ ഈ സ്ഥാണുവിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അചലം വരുന്നത്. അപ്പൊ സ്ഥാണു ആയതുകൊണ്ട് അചലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥാണുവും സർവ്വഗതനും ആയതുകൊണ്ട് പിന്നെ അതിന്റെ അചലൻ എന്നുള്ള ക്വാളിറ്റിയും ഉണ്ട് നമ്മുടെ അതെ 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 അതെ. സ്ഥാണുന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവത്തില്ല. അതെ, ശരിയാവത്തില്ല. അതെ, അതിന്റെ കൂടെ അചലൻ കൂടെ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്ഥാണുവായിട്ടുള്ള പല വസ്തുക്കളുണ്ടല്ലോ, പക്ഷെ സ്ഥാണുവാണ്, അചലവുമാണ്, പിന്നെ സനാതനവുമാണ്. ഇങ്ങനെ അതുകൊണ്ട് സനാതനവുമാണ് എന്നുള്ള രീതിയിലാണ് സ്വാമി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഒരു നമ്മുടെ ഒരു ഈ സീക്വൻസ് നമ്മളിപ്പം ഈ ഒരു പരമാത്മ ചൈതന്യം, നമ്മളിലുള്ള ഒരു ചൈതന്യം, അത് അതിനെ നമ്മളുടെ അതിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ശരിക്കും കിട്ടാൻ ആണ് ഇങ്ങനെയൊക്കെ ഓരോ ശ്ലോകങ്ങളിൽ കൂടി ഇങ്ങനെ കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കാം, നമ്മുടെ മരണ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ജീവൻ പോകുന്നു. അപ്പം നമ്മുടെ ചൈതന്യം വിട്ടുപോയി എന്ന് പറയത്തില്ലയോ? ശരീരത്തിൽ നിന്ന് ചൈതന്യം പോയപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ചൈതന്യം എങ്ങോട്ടും പോകുന്നില്ല. ചൈതന്യം ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് ചൈതന്യത്തിന് എങ്ങോട്ടും, പക്ഷെ നമ്മുടെ മരണ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ ശരീരമല്ലേ വിട്ടുപോകുന്നത്? ശരീരമാണ് ശരീരം വിട്ടു, ശരീരം വിട്ടു പോകുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത്? ചൈതന്യം, ചൈതന്യമാണല്ലോ. ചൈതന്യം നമ്മളെല്ലാം പറയുന്നത് എങ്ങനെ? ചൈതന്യം പോകുന്നു എന്നാ പറയുന്നത്, ഇല്ലേ? ശരിക്കും അവിടെ ചൈതന്യത്തിന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. നമ്മള് പക്ഷെ മരണസമയത്ത് നമ്മുടെ ഇന്ന് ചൈതന്യം വിട്ടു എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞു ഈശ്വരൻ എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ. ഈശ്വരൻ, ഈശ്വരൻ, രാ, ഈ മീൻസ് ഇച്ഛ, രാ മീൻസ് അഗ്നി, ശ്വാ മീൻസ് ശ്വാസം, പ്രാണൻ. അപ്പം നമ്മുടെ ഈ പരമാത്മ ചൈതന്യമാണ് മനസ്സിനെയും ചൂടിനെയും പ്രാണനെയും ഈ ശരീരത്തോട് കൂട്ടിച്ചേർത്ത് ആ ജീവഭാവത്തിൽ വരുന്നത്. അപ്പൊ ഈ പരമാത്മ ചൈതന്യത്തിൽ എങ്ങോട്ട് മാറി എന്റെ ശരീരത്തിൽ കൂടെയും വെളിയിൽ കൂടെ വന്ന് ഇങ്ങനെ അങ്ങ് സ്പ്രെഡായി കിടക്കുക. എന്റെ ശരീരത്തിൽ ഇപ്പൊ എന്റെ ശരീരത്തിൽ പരമാത്മ ചൈതന്യവും ഉണ്ട്. ആ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശം, ഒരു ഭാഗം എന്റെ വാസനയിൽ റിഫ്ലക്റ്റ് ആയുമുണ്ട്. അപ്പൊ ഒരു ജീവാത്മാവ് എന്റെ ഉള്ളിലുണ്ട്, ഒരു പരമാത്മ ചൈതന്യവും. അത് പരമാത്മ എന്റെ ഉള്ളിൽ മാത്രമല്ല നിറഞ്ഞിരുന്നു. അപ്പം ഒരു കാര്യം നമുക്ക് വിചാരിക്കാം, നമ്മൾ ഓടുവാന്നിരിക്കട്ടെ, ഓടുക. ഇപ്പൊ നമ്മളിലൊരു ജീവാത്മാവ് കൊണ്ട് പരമാത്മാവ് കൊണ്ട്, ഇല്ലേ? നമ്മളിലൊരു ഞാൻ ഓടുന്നു. ആ ഓടുന്ന സമയത്ത് ഈ രണ്ട് ഫാക്ടർ എങ്ങനെയാ? ജീവാത്മാവിന് ഓടുന്നു, ഇത് രണ്ടും ഓടുവോ? ജീവാത്മാവ് മാത്രമേ ഓടുന്നുള്ളൂ, പരമാത്മാവിന് എങ്ങോട്ടും ഓടാൻ പറ്റത്തില്ല. അത് നമ്മൾ ഇതിനെ കൂടെയൊക്കെ നമ്മൾ കരുതേണ്ടതാണ്. നമ്മുടെ എന്നിൽ ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. പക്ഷെ ഞാനൊന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോ ജീവാത്മാവാണ് ഓടുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ കേട്ടോ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ മരണസമയത്തെ
നമ്മുടെ മരണസമയത്തെ നമ്മുടെ പരമാത്മാവും ജീവാത്മാവും രണ്ടും വിട്ടുപോകത്തില്ലയോ? പരമാത്മാവിനെ എങ്ങോട്ടും വിടാൻ പരമാത്മ ചൈതന്യം എന്റെ മനസ്സിനെയും വിടും, മനസ്സിനെയും വിടും, ചൂടിനെയും വിടും, പ്രാണനെയും വിടും. പരമാത്മ ചൈതന്യം അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഇതിനെ മൂന്നിനെയും വിട്ടിട്ട് ഇതിന് മൂന്നിനെയും വിട്ടു കഴിഞ്ഞാൽ എന്തുവാ? പിന്നെ ഇതിന് തിരിച്ചു കയറാൻ പറ്റത്തില്ല ശരീരത്തോട്ട്. അതിന്റെ ആ ഒരു എഫക്ട് കഴിഞ്ഞു. പരമാത്മ ചൈതന്യം നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ശരീരത്തിനെ ഡിസന്റഗ്രേറ്റ് ചെയ്യും, അതിനെ അഴുകിപ്പിക്കാനുള്ള എല്ലാം പരമാത്മ ചൈതന്യത്തിൽ നടക്കുന്നത്. നമ്മുടെ ശരീരം എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ശരീരം, ഒരു പൂച്ചയുടെ ശരീരം മരിച്ചു കിടക്കുന്നുണ്ടല്ലോ, അത് അഴുകി അതങ്ങ് മണ്ണിനോട് ചേരും. ഇത് ആരാ ചെയ്യിപ്പിക്കുന്നത്? ഈ പരമാത്മ ചൈതന്യത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. പരമാത്മ ചൈതന്യം എങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഈ പരമാത്മ ചൈതന്യം മനസ്സിനെ വിട്ടു, ചൂടിനെ വിട്ടു, പ്രാണനെ വിട്ടു. അപ്പൊ ഈ പ്രാണിച്ചാലേ ഈ മരണസമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഒരു എൻറ്റൈറ്റി ആയിട്ട് അത് ഈ പരമാത്മയിൽ നിറഞ്ഞിരിക്കുക. ഈ പരമാത്മ ചൈതന്യത്തിലോട്ട് ഒരു വെള്ളത്തിൽ ഒഴുകി പോകുന്ന പോലെ അത് അങ്ങ് മൂവ് ആവും. നമ്മുടെ ശരീരത്തിൽ പിന്നെ കയറാൻ പറ്റത്തില്ല. കാരണം പരമാത്മ ചൈതന്യത്തിന്റെ അത് ഡിറ്റാച്ച്ഡ് ആയി. പരമാത്മ ചൈതന്യം എങ്ങോട്ടും പോകുന്നില്ല. ഈ എഫക്റ്റ് അതിനകത്ത് റിഫ്ലക്റ്റ് ഇല്ല. ഈ പരമാത്മന്റെ എഫക്റ്റിലാണ് മനസ്സും ഈ ചൂടും പ്രാണനും നമ്മുടെ ശരീരത്തിൽ നിലനിന്നത്. അതങ്ങ് വിട്ടു. പരമാത്മ ചൈതന്യം എങ്ങോട്ടും പോകുന്നില്ല, പോകാൻ പറ്റത്തില്ല. ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ എവിടെ പോകാനാ? ദേശകാല പരിമിതികളില്ലാതെ ഇങ്ങനെ നിരന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കിടക്കുക. സർവ്വവ്യാപിയാ, നിത്യമാ, സനാതനമാ. ആ എഫക്റ്റാണ് എന്നിക്കൂടെയും കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈശ്വരന്മാരാണ്. ആക്ച്വലായിട്ട് വ്യത്യാസപ്പെടുന്നത് വാസനയിൽ മാത്രം. എന്റെ വാസനയാണ് വേറൊരാളിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇത് ഉൾക്കൊള്ളാൻ പഠിക്കണം. അപ്പം മരണസമയത്ത് സംഭവിക്കുന്നത് ഈ പരമാത്മ ചൈതന്യം എന്റെ മനസ്സിനെ വിടുക. അതിനകത്ത് അറ്റാച്ച്മെന്റ് പിന്നെ തിരിച്ചു വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു ഓപ്പറേഷൻ സമയത്ത് നമ്മൾ ബോധം കെടുത്തും. നമ്മുടെ പരമാത്മ ചൈതന്യം അങ്ങനെ ഉണ്ട്, ആ ജീവാത്മാവ് അവിടെ ഉണ്ട്. എന്റെ മനസ്സ് മാത്രം മാറി. നമുക്ക് അടുത്ത ക്ലാസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സമയമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ബോധം പോകുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കാരണത്തിനായി ചിലപ്പോൾ രാവിലെ ആഹാരം കഴിച്ചില്ല, നമ്മളിങ്ങനെ ബോധം കെട്ടി വീഴുന്നു. നമ്മൾ മരിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ശരീരത്തില് പ്രാണനുമുണ്ട്, ചൂടുമുണ്ട്. അത് വിട്ടുപോകുന്നില്ല. പക്ഷെ മനസ്സില്ല. മനസ്സിനെ വിട്ടു. അപ്പം എന്തുകൊണ്ടാണ് ഈ മനസ്സിനെ വിടുന്നു പറയുന്നത്? അവിടെ എന്റെ ശരീരത്തിൽ മരിച്ചിട്ടില്ല, ജീവനുണ്ട്. ഈ മനസ്സിന് പ്രകടമാകാൻ ഒരു ഉപകരണമാണ് എന്റെ ബ്രെയിൻ. ഈ സ്ഥൂല ശരീരത്തിലാണ് പ്രകടമാകുന്നത്. അതിൽ ബ്രെയിനിൽ കൂടെ എന്റെ മനസ്സിന് പ്രകടമാവാൻ പറ്റത്തുള്ളൂ. ഒരു ബൾബില് ഫിലമെന്റ് ഇല്ലെങ്കിൽ, പണ്ടത്തെ അറിയാമല്ലോ, ഒരു ബൾബിൽ ഒരു ഫിലമെന്റ് കാണും. ആ ഫിലമെന്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ ലൈറ്റ് നമുക്ക് കിട്ടുന്നത്. ആ ഫിലമെന്റ് പൊട്ടിയാലോ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലും ലൈറ്റ് വരത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും അഫക്റ്റ് വെച്ചാൽ നമ്മൾ അനസ്തേഷ്യ കൊടുത്ത് നമ്മുടെ ബ്രെയിനിനെ നമ്പ് ചെയ്താൽ ഈ മനസ്സിന് പ്രകടമാകാനൊക്കത്തില്ല. മനസ്സ് വിട്ടു. അപ്പം നമ്മളിൽ ജീവനുണ്ട്. ജീവൻ വെച്ചാല് ശ്വാസം ഉള്ളിൽ കയറുന്നുണ്ട്, നമ്മളിൽ ചൂടുമുണ്ട്. ആ മനസ്സ് മാത്രമാണ് ഇല്ലാതിരിക്കുന്നത്. മരണസമയത്തോ നമ്മുടെ മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു എഫക്റ്റ് കൊടുത്ത് നമ്മുടെ ബ്രെയിനിനെ നമ്പ് ചെയ്യുക. അതിന്റെ ഒരു കർമ്മഫലത്തിന്റെ ഒരു അവസാനമായി ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വിടണം എന്നുള്ള ഒരു സമയത്ത് ഈ പരമാത്മ ചൈതന്യം ഇതിന്റെ പുറകിൽ ഒരു ഇന്റലിജൻസ് ഉണ്ട്. അതാണ് പറയുന്നത്. ഈ പരമാത്മ നമ്മൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും. ഈ പരമാത്മ ചൈതന്യവും ഈശ്വരനും അതിന്റെ ഒരു ഫൈൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ഈശ്വര ചൈതന്യമാണ് നമ്മളിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം. നമ്മൾ അറിയാതെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തികളുണ്ടോ? ശരിക്കും ഈ വാസനാബദ്ധനായ ജീവാത്മാവ് തന്നെയാണല്ലോ പരമാത്മാവ്. അപ്പോ ശരിക്കും അങ്ങനെ രണ്ടായിട്ട് കാണേണ്ടതില്ലല്ലോ, അല്ലേ? അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും ശരീരം വിടുമോ എന്ന് ചോദിക്കുമ്പോഴേ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുമോ സാറേ? അങ്ങനെ തന്നെയല്ലേ? രണ്ടായിട്ട് കാണില്ലല്ലോ. ജീവാത്മാവ് ഈ കാരണ ശരീരവും ജീവാത്മാവ് എന്ന് പറയുമ്പോഴേ നമ്മൾ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും ഇത് രണ്ടുമാണ്. ശരീരം സ്ഥൂല ശരീരത്തോടെ കിടക്കുന്നു. എന്റെ സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതും കാരണ ശരീരം. കാരണ ശരീരം എന്താ?